കറുത്തുപോയവർക്ക് ഈമാനിന്റെ വെട്ടമില്ലാന്നും വെളുത്തുപോയ ആളുകളൊക്കെ ഈമാൻ തുളുമ്പി നിൽക്കുന്നവരാണെന്നുള്ള സാധാരണക്കാരന്റെ ചിന്ത മാറ്റി വെക്കണം. 27 രാവിന് മരിച്ചാൽ നമ്മൾ പറയും റമളാൻ അവസാനത്തെ 10 ഒറ്റയായ രാവ്, അത് 27, അത് ഏത്തികാഫിന്റെ രാവ്, അതും ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാത്രി, അത് ജിബ്രീൽ വരുന്ന രാത്രി. അന്ന് മരിച്ച ആള് എത്ര ഭാഗ്യവാനാണ്. നിങ്ങൾക്കറിയോ, അന്ന് ഒരാൾ ഇത്രയും മഹത്വം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തൂങ്ങിച്ചത്തിട്ടുണ്ട്. 27 രാവല്ലേ, നല്ല ദിവസം, ജിബ്രീൽ ഇങ്ങോട്ട് വരുന്ന ദിവസം. ജിബ്രീൽ മാത്രമല്ല, ആകാശലോകത്തുള്ള മുഴുവൻ അംലാക്കുകളും അന്ന് ഭൂമിയിലാണ്, അന്ന് ആദിക്കാട്ട് കുളങ്ങര പള്ളിയിലാണ്, അന്ന് റിഫായി മസ്ജിദിലാണ്, അന്ന് മേട്ടുംപുറം പള്ളിയിലാണ്, അന്ന് നമ്മുടെ വീടിന്റെ ഉള്ളറകളിലാണ്. ആകാശലോകത്തെ മുഴുവൻ അംലാക്കുകളും വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും വലിയ അസുലഭ നിമിഷമാണ് ലൈലത്തുൽ ഖദർ. അന്ന് പ്രതിഫലം കിട്ടുമെന്നറിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിധി എഴുതാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അളവുകോലൊക്കെ മടക്കി നമ്മുടെ സഞ്ചിയിൽ തന്നെ വെച്ചോളി. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോ അയാളുടെ മുഖത്ത് കറുപ്പ് നിറമായതുകൊണ്ട് അയാളിൽ ഏതോ കരിനിഴൽ കാണുന്നത് കൊണ്ട് ഈമാന്റെ കുറവുണ്ടെന്നും, നല്ല വെളുത്ത് സുന്ദരനായിരിക്കുന്ന നല്ല കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങി ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളുടെ മുഖത്ത് പ്രകാശം കാണുമ്പോ ഇത് ഈമാനിന്റെ വെട്ടമാണ് എന്ന സാധാരണക്കാരന്റെ ചിന്തകളൊക്കെ മടക്കി വെക്കുക.